ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് വന്നേക്കുവാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ അതുപോയി കാണുക. ഇതിന് മുമ്പത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തൊന്നുമില്ല. നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി, എന്നിട്ട് നെതറിൽ പോയി. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ നെതർ ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഗൈസ്. നമ്മൾ ഇന്നലെ കണ്ട വലിയൊരു സാധനം ഇല്ലേ, അതിൻ്റെ പേര് ഗാസ്റ്റ് എന്നാണെന്ന് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ നെതറിൽ പോയിട്ട് നെതർ ഫോർട്രസ് കണ്ടുപിടിക്കണം ഗൈസ്. അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. എന്നിട്ട് നമ്മൾ ബ്ലേസിനെ കണ്ടുപിടിച്ചിട്ട് ബ്ലേസിനെ കൊല്ലണം, എന്നിട്ട് ബ്ലേസ് റോഡ് എടുക്കണം. അപ്പോൾ നമുക്ക് നെതർ ഫോർട്രസ് കണ്ടുപിടിക്കണം ഗൈസ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഐ ആം എ ബിഗിനർ. ഓക്കെ, നിങ്ങൾക്ക് ഇതെന്താ ഇതൊരു കുഴി. അവിടെ കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇതെന്താണിത് കുറച്ച് നേരം ഇരുന്ന് ഇത് നമ്മുടെ വേൾഡിൽ കളിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു ഫാം സെറ്റ് ചെയ്തു. അപ്പോൾ ഫുഡിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ഇപ്പോൾ ഫുഡൊന്നുമില്ല. ഈ 19 ബ്രെഡുള്ളൂ. ഈ ബ്രെഡ് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഫാം സെറ്റ് ചെയ്തേ. അപ്പോൾ വല്ല വിശക്കണമെങ്കിൽ ഇവന്മാരെ കുറച്ച് 1-2 തല്ലിക്കൊന്നിട്ട് അതങ്ങ് എടുക്കും. ഈ പറഞ്ഞ പോലെ എൻ്റെ പൂച്ചക്കുട്ടീനെയും പട്ടിക്കുട്ടീനെ ഒന്നും കാണില്ലടാ. നമുക്ക് വേറെ എണ്ണത്തിന് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 2-3 എപ്പിസോഡും കൂടിയല്ലേ കാണൂ. അപ്പോൾ പിന്നെ ബ്രീഡർ ഫാമിൻ്റെ അവസ്ഥ എന്തായാലും നോക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ നെതർ അത് കാണിച്ചു തന്നില്ലല്ലോ, അതും കൂടി കാണിച്ചു തരാവേ. ഞാൻ നമുക്ക് കിട്ടിയ വലിയ കേവില്ല ഗൈസ്, മറ്റേ നമ്മുടെ മൈനിങ് ചെയ്തിട്ട് കിട്ടിയ ആ കേവ് ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് അടിച്ച് പിറക്കി. ഇതെങ്ങാട്ട് പോണ് അടിച്ച് പിറക്കിയായിരുന്നു ഗൈസ്. അപ്പം എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഇല്ലല്ലോ, ഒരു 5-10 അയൺ കിട്ടിയിട്ടുണ്ട്. 10 ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗോൾഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെതറിൽ നിന്നും കുറച്ച് ഗോൾഡ് കിട്ടി. പിന്നെ ഇത് കണ്ട, ഇത് വെച്ച് എന്താ ചെയ്യുമെന്നറിയില്ല. പിന്നെ നെതറിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടി. ഇത് കണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഇങ്കട്ട് ഇരിപ്പുണ്ട്. ഈ ഇങ്കട്ട് വെച്ചിട്ട് നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പറ്റും. നമുക്ക് നെതറിൽ പോയപ്പോൾ കിട്ടിയതാണ്. ഈ ഗോൾഡ് എന്തിനാണെന്ന് നമ്മൾ എന്തായാലും ഒരു 7 ഗോൾഡും കൊണ്ടാണ് പോണത് ഗെയ്സ്. അവിടുത്തെ മറ്റൊരു സംഭവം ഇല്ലേ, പന്നിയുടെ കൂട്ടിരിക്കുന്ന സാധനം ഇല്ലേ, കയ്യും കാലൊക്കെ വെച്ചിട്ട് ആ മച്ചന്മാർക്ക് കൊടുത്തതിന് അവന്മാരെന്തോ തരുമെന്നങ്ങാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ഉണ്ട്, ഞാൻ കണ്ടതാട്ടാ. എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും ഇൻട്രോ എടുക്കാറ്. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇൻട്രോ എടുത്തത്. കാരണം നമുക്കിന്ന് നെതർ കുറേ നേരം ഇന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഫുഡൊക്കെ സെറ്റാണ്. നമ്മൾ എന്തായാലും ഈ നെതറിലേക്കും കാര്യങ്ങളൊക്കെ പോകാൻ പോകണം കേട്ടോ. ബ്രീഡർ ഫാം സത്യം പറഞ്ഞ് എന്തിനും ഉണ്ടാക്കിയത്, വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കിയതാണ്. അങ്ങനെയെങ്കിലും ഒരു ഫാം ഉണ്ടാക്കിയെന്ന് പറയാലോ, അതിനാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫാമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും പോകാൻ കേസ്. പിന്നെ ഞാനൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഷീൽഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതെന്താണിത്, ഈ ഷീൽഡ് ഏകദേശം ഹെൽത്ത് കഴിയാറായതാണ്. അപ്പം ഞാനൊരു ഫുൾ ഹെൽത്ത് ഉള്ളൊരു ഷീൽഡും കൂടി ഉണ്ടാക്കിയാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും നെതറിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാസ്റ്റ് ഇല്ല ഗൈസ്, ആ മച്ചാനെ പേടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് കേട്ടോ. കയറിയപ്പോൾ പൊട്ടിച്ച് കയറിയപ്പോൾ ഇവിടെ വലിയൊരു കേവായിരുന്നു. ഞാൻ പിന്നെ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇതെന്താണിത്, ഇതൊക്കെ ഞാൻ കുഴിച്ച് പൊട്ടിച്ചെടുത്താണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് കുഴിച്ച് നോക്കിയാലേ ഗൈസ്. കൊള്ളാം. നമുക്ക് ഇവിടെ നിന്ന് വെറുതെ ഒന്ന് സ്ട്രെയിറ്റ് കുഴിച്ച് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ എത്തിയാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കുറ്റിക്കാടിലെത്തും. നെതറിലെ കുറ്റിക്കാട് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ എന്തായാലും കുഴിച്ച് വെച്ചും വരാം. ഇത് എവിടെയാണ് ഒരു കുഞ്ഞിക്കുട്ടിയിലാണ് എത്തിയത്. ഇതെവിടെയാണ് ഇത്? ഇത്ര വലിയ സ്ഥലവും. ശരി, ഞാൻ കുഞ്ഞിക്കുഴിയാന്നൊക്കെ വിചാരിച്ചു. ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടൊരു കാര്യമില്ല. കഴിഞ്ഞു. ഇതെന്ത് കറങ്ങുന്ന കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു വലിയ സ്ഥലമാണിത്. ഇത്ര വലിയ സ്ഥലമൊന്നുമല്ല. തിരിച്ചു പോവാം. നമുക്ക് ഇനി നമ്മുടെ ആ കുഴി കണ്ടിന്യൂ ചെയ്യാൻ ഗീസ്. ഞാൻ വിചാരിച്ചു ഇവിടെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതേതാ സ്ഥലം? ഹലോ ഗാസ്റ്റ് മച്ചാനുള്ളിടത്തോളം കാലം നമ്മളെവിടെ ചാവടാ ഒരടിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചാവും. ഇവിടെ ഫോട്ടോസും തേങ്ങയൊന്നും ഇല്ല കേട്ടാ. അല്ല, ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സാരെന്നെ തുപ്പരുത്.
ഈ ഫോട്ടോസ് എങ്ങനെ കണ്ട തിരിച്ചറിയാൻ ഞാൻ ഇതുവരെ ഫോട്ടോസ് കണ്ടില്ല. ഓ ഓ ഓ പോടാ 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 പോടാ. പേടിയാണോ? എന്തുണ്ട് പിന്നെ എന്താ ഇനി പഠിക്കാത്തെ? പോടാ 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 വിട്ടുപോടാ വിട്ടുപോടാ. ഹലോ കേൾട്ടൻ ചേട്ടാ, ഈ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു ഇഫന്മാരോട്ടാണെങ്കിൽ ചോദിക്കാനും പറ്റില്ല. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് എങ്ങനെ നേരെ കുഴിച്ചു പോകാൻ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്കെൽട്ടൻ്റെയും കാസ്റ്റിൻ്റെയും അടി കൊണ്ട് ചാവേണ്ടി വരും. ഇപ്പം എന്തായാലും ഗീസ് നമുക്ക് നമ്മുടെ കുഴി കണ്ടിന്യൂ ചെയ്യാം. ഇതെന്തരടി ഇത് നെതറാക്ക് കച്ചവടോ? എൻ്റെ അമ്മ 1 2 3 4 സ്റ്റാക്കായി. കൊള്ളാടേ കൊള്ളാം. മിക്കവാറും ഞാനേ ഈ സാധനം കൊണ്ട് റിച്ച് ആവും. ഗൈസ് ഞാൻ ഇങ്ങനെ കുഴിച്ചൊന്നിപ്പോൾ ഏതൊരു കുഴിയിൽ വീണു. മറ്റേ മച്ചാനല്ലേ ഞാൻ നോക്കിയില്ല 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 നോക്കിയില്ല. ഷൂ പോടാ. ഇവിടെ നിന്ന് നിലത്തെങ്ങനെ ഇറങ്ങോടേ? ഇത് വല്ലാത്തൊരു നോക്കിയില്ല നോക്കിയില്ല നോക്കിയില്ല. ശരി എൻഡർമാൻ്റെ അടിയൊന്നും കൊണ്ട് ചാവാൻ വയ്യടേ. എൻഡർമാനെ ഒന്ന് സഹായിക്കോ നിലത്തിറങ്ങാൻ? പോയാ എടാ ഞാൻ ചീട്ടില്ല സത്യം ചീട്ടില്ല. കേറ് കേറ്. ഇവിടെ നമുക്കിവിടെ ഒന്ന് ഇറങ്ങി നോക്കിയാലാടേ? നോക്കാം കയറിയാപ്പോൾ ഒരു തിരിച്ച് ഒരു കുന്ന് ബ്ലോക്ക് ഇരിപ്പുണ്ട്. എന്തായാലും കയറാൻ അതിൻ്റെ ബ്ലോക്ക് ഇല്ലയെന്ന് പേടിക്കണ്ട. എന്തുണ്ട് മാമ സുഖമല്ലേ? ഞാൻ എന്തിനാ ഈ കാണുന്നവരൊക്കെ ഈ മാമാന്ന് വിളിക്കണത്? അതിൻ്റെ അർത്ഥം ഇതെന്തരടി ഇത്? ഈ കുഞ്ഞി സ്ഥലത്താണ് ഞാൻ വന്ന് പെട്ടേ. എടാ ഗൈസ് ഇവൻ തല്ലാൻ തുടങ്ങി. എടാ അവനെന്നെ അടിച്ചടാ. അവനെന്നെ അടിച്ചടാ. എടാ ചെല്ലി. ഞാൻ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ആ സാധനങ്ങൾ എടുക്കട്ടെ. ഇവിടെ ഒരു സാധനം കിട്ടി. പൊട്ടിക്ക്. ഇതെന്തൊരു ഇത്? എന്തെങ്കിലും ഗുണമില്ലാത്ത സാധനമാണെങ്കിൽ വലിച്ചെറിയുന്ന മിക്കവാറും. കിട്ടിയാ എന്തിനാ? ഏൻഷ്യന്റ് എന്ത് പേരടേ ഇതൊക്കെ? ഗൈസ് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഗൈസ്, നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം. അതെ ഞാൻ പിന്നെ ആക്ച്വലി ഇവിടെ വന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഭാഗ്യത്തിന് എൻഡർമാൻ അവിടെ ഒന്നും ഉണ്ടായില്ലടേ. നൈസിൽ സാധനങ്ങൾ എടുത്ത് പിന്നെ വീണ്ടും കുഴി തുടങ്ങി. ഇതെവിടെ എത്തുന്നില്ലടേ. ഇപ്പൊ ഞാൻ വീഡിയോയിൽ കണ്ടതാണ് ഇതേപോലെ കിട്ടൂന്നുള്ളത്. ഇപ്പോൾ അത് എത്രത്തോളം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പിന്നെ ഡയമണ്ട് പിക്കാക്സ് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഇതേപോലെ അങ്ങ് സുഖത്തിൽ കുഴിച്ചു പോവുക. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലടേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒരുപാട് അങ്ങ് കുഴിച്ചു വന്നത് എന്നുള്ളത്. നമുക്ക് എന്തായാലും മിക്കവാറും 2-3 ദിവസം ഇങ്ങനെ തന്നെ റിപ്പീറ്റഡായിട്ട് കുടിക്കേണ്ടി വരും തോന്നണത്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നെതർ മൊത്തം കവർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നണത്. ഓക്കെ ഞാൻ കുഴിച്ച് വീണ്ടും ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ പിക്കാസിൻ്റെ ഹെൽത്ത് കണ്ടറിയാം ഞാൻ എത്ര ഒരു കുഴിച്ചു എന്നുള്ളത്. ശിവോ ഇവറ്റകളൊന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. അത് ഇനി വീണ്ടും അയ്യോ അതെന്തൊരു അതെങ്ങാട്ട് പോണ് മച്ചാനെ. ഞാനുണ്ട്. ഞാനും വരാം യുദ്ധത്തിന്. ഫൈറ്റ് ചെയ്തോ. ഇവിടെ എന്തൊക്കെയൊക്കെ ഇവിടെ ആർക്കടിക്കണത് എനിക്കിവിടെ. നമുക്കിവിടെ ഒന്ന് സ്ട്രെയിറ്റ് തന്നെ പോയാലടേ അങ്ങ്. ഗൈസ് ഞാൻ പറയുവാണെങ്കിലേ നമുക്കിവിടെ നിന്ന് ബ്രിഡ്ജ് ചെയ്ത് അങ്ങാട്ട് പോയിട്ട് അവിടെ ഒന്ന് കുഴിക്കാം. അല്ലാണ്ട് ഈ നെതർ ഫോട്ടോസ് ഒന്നും ഇവിടെ ഇല്ലടേ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്തിട്ട് പോവാം. അതാണ് അല്ലാ ഓടെ ഷീട്ടുള്ളിടത്തോളം കാലം എനിക്ക് നിന്നേന്നും ഒരു പേടിയില്ലടാ. അവന്മാർക്ക് ഞാൻ ഗോൾഡ് കൊടുത്തു നോക്കിയില്ലല്ലോ ഗൈസ്. ഗോൾഡ് എടുക്കോ മച്ചാനെ? ബാർട്ടർ. എന്താണത് ബാർട്ടറാ മച്ചാനെ? ഇങ്ങ വാ. അല്ല മച്ചാനെ എന്തുണ്ട്? അല്ല അങ്ങനെയല്ല, ഇതെങ്ങനെയാണ് പരിപാടി എന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ ഗോൾഡ് അവൻ വാങ്ങിച്ച് എനിക്ക് എന്നാ കുറച്ചും കൂടി ഉണ്ട്. എടുത്തോ, നീ എടുത്തോ. നിനക്കല്ലേ മുത്ത ഈ ഗോൾഡ് ഞാൻ കൊണ്ടുവന്നേ. അവനെന്താ ചെയ്തത്? ഒരു മിനിറ്റ്. എന്താ എനിക്കത് തിന്നാടാ നീ? അത് ഗോൾഡ് കൊടുത്ത ഇവരെന്നെ സഹായിക്കോ ഗൈസ്? ഐ ഡോണ്ട് നോ. നമ്മളിങ്ങനെ കുഴിച്ചു പോയാലേ എൻ്റെ ഇൻവെന്ററി അതാരത്? എടാ മുത്ത സഹായിക്കണോ? പോടാ. ഓ കുഞ്ഞി വിശാശി. എടാ മുത്തേ ഗോൾഡ് വന്നല്ലേ കുറച്ച് അടിക്കാനാ. നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് അങ്ങോട്ട് പോവാം, അതാ നല്ലത്. അല്ലാണ്ട് ഇവിടെ ഒന്നും ഒരു തേങ്ങയുമില്ല.
ഇവിടെ കുറേ പന്നിയുടെ അടി കൊണ്ട് ചാവുക എന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ലടേ. അതൊക്കെയാണ് നമ്മുടെ നെതറിലെ അവസ്ഥ. ഒരു ഫോർട്രസും തപ്പി ഇറങ്ങിയതാണ് രാവിലെ. എൻ്റെ ദൈവമേ, ഒരു ഫോർട്രസും തപ്പി ഇറങ്ങിയിട്ട് കുറേ നേരം ഈ ഫോർട്രസും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. പൊട്ടിക്ക് 3 ഇപ്പം എന്തായാലും കുഴിക്കട്ടെ ഡേ. ഇപ്പം എന്തത് ഞാനിപ്പോൾ ഗാസ്റ്റ് എന്ന് തന്നെ ഇല്ലടേ. എന്താ ഈ നാക്കൊക്കെ കുഴയുന്നത്? ശരിയല്ലോ, പൊട്ടിക്കാതിടാ. ഗാസ്റ്റേ കൂടെ ഇവിടെ പോടാ. അയ്യോ ഗായ്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഞാൻ എന്ന് പറയുമ്പോൾ ഞാനല്ല. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഞാൻ എന്ന് പറയുമ്പോൾ മറ്റേ വീഡിയോ നിങ്ങൾ കണ്ടത് ഞാൻ 2 ആഴ്ച മുമ്പ് റെക്കോർഡ് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതിന് ഒരു ദിവസം മുന്നേ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ സ്കൂൾ തുറന്ന് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അതായത് സത്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് എടുത്തതെല്ലാം 2 ആഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ്. പിന്നെ അതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നു. എൻ്റെ ആർമറൊക്കെ നിങ്ങൾ സീഡിൽ കണ്ടോ? ഞാൻ ഡയമണ്ട് ആർമറൊക്കെ സെറ്റ് ചെയ്തു. ഒരുപാട് പേര് എന്നെ ഓഫ് ക്യാമറ ഇരുന്ന് കളിച്ചു. ഞാനാണെങ്കിൽ നെതറിൽ പോയിട്ട് പണ്ടാരെ, എനിക്കാണെങ്കിൽ ഈ ഫോർട്രസും കിട്ടണില്ല. ഒരു ഫോർട്രസും തപ്പി 2-3 ദിവസം അടുപ്പിച്ച് കളിച്ച് കേസ് മൈൻക്രാഫ്റ്റ്. അങ്ങനെ ഫൈനലി കേസ് ഇത് കണ്ട, ഇത് കിട്ടി ഫോർട്രസ്. ഞാൻ എന്നിട്ട് മറ്റേ ഇവരെയും കൊന്നു. ആരാ? നമ്മുടെ മറ്റേ ബ്ലേസിനെ കൊന്നു, സാധനം കൊടുത്ത്. പിന്നെ അവിടെ നിന്ന് എന്തോ ഒരു ചെടിയും കൂടി എനിക്ക് കിട്ടി കേസ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം ഞാനൊന്നെടുത്ത് വെച്ചേക്കട്ടെ കേട്ടോ, പണ്ടാരം. പിന്നെ അവിടെ നിന്ന് എനിക്കെന്തോ ഈ നെതർ വാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടി. ഈ സാധനം ഞാനിവിടെ നട്ടു വെച്ച് കേസ്. ഓക്കെ, അപ്പം അത്രയുമാണ് എനിക്ക് കിട്ടിയത് മറ്റേ ഫോർട്രസിൽ നിന്ന്. ഞാനത് കാണിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അവിടെ നല്ല ലാഗായിരുന്നടേ. ഒന്നാമതുള്ള ബ്ലേസ് മൊത്തം വന്നിട്ട് അവിടെ നല്ല ലാഗായിരുന്നു. പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തിൽ ലാഗാവും. ഞാൻ എന്തായാലും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചാവും. അതുകൊണ്ടാണ് പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനേ. അപ്പോൾ നമ്മൾക്കാണെങ്കിൽ 3 ബ്ലേസ് റോഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഓക്കെ, എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ട് ഗീസ് ആക്ച്വലി. പിന്നെ വേറൊരു സാധനം, ഗ്ലോ സ്റ്റോൺ ടെസ്റ്റ് അങ്ങനെ എന്തോ ഇതും കൂടി കിട്ടി എനിക്ക് അറിയില്ലടേ. എങ്ങനെയൊക്കെയോ കിട്ടി എൻ്റെ കയ്യിൽ. അതെങ്ങനെ വന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അതൊക്കെയാണ് ഈ സംഭവം. ഓക്കെ, അതല്ലാണ്ടും കുറേ സാധനങ്ങൾ കിട്ടി, അതൊന്നും ഞാൻ കാണിക്കണില്ല. പിന്നെ അതെ, ഇതെന്തോ ഒരു സോംബിയുടെ സൗണ്ട് ഞാൻ കേട്ടത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് മിണ്ടല്ലേ. ബ്രീഡർ ഫാമിൽ നിന്നാണോ? അയ്യോ, നോക്കട്ടെ. ബ്രീഡർ ഫാമിന് എന്ത് പറ്റി? എൻ്റെ ബ്രീഡർ ഫാമൊക്കെ ഫുൾ സെക്യൂർ ആണല്ലോ. ബ്രീഡർ ഫാമിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ബ്രീഡർ ഫാമാണ്. ഓക്കെ, ഉമ്മാർക്ക് കുറേ നാളായല്ലേ കുറേ സാധനങ്ങൾ കൊടുത്തിട്ട്. അപ്പം എന്തായാലും കേസ് ഒരു മിനിറ്റ്, ഞാൻ ഈ പൊസിഷൻ മാറ്റിയിട്ട് ഔട്ട്ഡോർ കൊടുക്കാം കേസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. കണ്ട കേസ് ഇതെങ്ങനെയുണ്ട്? ഏതാ? അപ്പോൾ എന്തായാലും കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ പറയാം കേസ്. ഞാൻ എന്താ പോയി ചെയ്യേണ്ടതെന്ന് എനിക്ക് വീഡിയോ നോക്കണം. പിന്നെ ഇപ്പം എടുത്ത മറ്റേ ഇതുവരെ ഈ മുമ്പത്തെ ക്ലിപ്പില്ലേ കേസ്, നെതറിൽ വെച്ചുള്ള ആ ക്ലിപ്പ് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പം എടുക്കണ ഈ ക്ലിപ്പ് എഡിറ്റ് ചെയ്തിട്ട് രണ്ടും കൂടി അങ്ങ് മിക്സറൊക്കെ ആക്കിയിട്ട് അങ്ങ് ഇടണം. ബൈസ് എന്തായാലും ഈ ഒരു മന്ത് എന്തായാലും നല്ല ലാഗിൽ പോകും ഗൈസ്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം വീഡിയോസ് പെട്ടെന്ന് ഇട്ട് തുടങ്ങാം. മൈൻക്രാഫ്റ്റിൻ്റെ അല്ലാണ്ട് നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിക്കാനുണ്ടല്ലോ. അപ്പോൾ ഈ മാസം ചെറിയൊരു ലാഗ് ഉണ്ടാവും, സ്കൂളൊക്കെ തുടങ്ങിയോണ്ട്. എനിക്ക് ഇതേപോലെ ശനി ഞായറൊക്കെ വന്നിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ, വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് എന്തെങ്കിലും കുറേ നെതറൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഗീസ് ഓരോന്നൊക്കെ അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം, അത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയ്ക്ക് അറിയാം. ബൈ.